ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ഒരു അപവാദം മുനാഫിക്കുകൾ പറഞ്ഞു വരുത്തുകയാ. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയ. ചരിത്രം പറയുന്നത് അങ്ങനെ, ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് മുഴുവനും വരുമ്പോ ഒരു സ്ഥലത്ത് എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും നിർത്തി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ആദ്യം പെണ്ണുങ്ങളൊക്കെ പോയി, അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. വാഹനത്തിലേക്ക് കയറുന്നത് എല്ലാവരും കണ്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് സ്വഹാബത്തെല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ മാല കാണുന്നില്ല. ആയിഷ ബീബി ആരോടും പറയാതെ അതിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് മാല എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാവരും റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും എല്ലാവരും മദീനത്തേക്ക് പോയി. പടച്ചവനെ, എല്ലാവരും വിചാരിക്കണം ആയിഷ ബീബി ഇതിന്റെ മുകളിലുണ്ടെന്നാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പോയി. ചെറിയ പെണ്ണ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എന്തറിയണമെന്നറിയാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാത്ര സംഘത്തിന്റെ പുറകിൽ വിട്ടിരിക്കുക, എന്തെങ്കിലും കളഞ്ഞുപോയി എടുത്തുകൊണ്ട് വരാൻ. ഈ സഹാബി നോക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഇരിക്കുന്നു. കണ്ടതും അല്ലാഹുവേ, ആ മഹദി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആണല്ലോ, അവിടെ നിന്ന് വാഹനത്തിന്റെ മുകളിൽ കെട്ടി എന്തേന്ന് പോലും ചോദിച്ചില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ പടച്ചവനെ മദീനത്ത് വരുമ്പോ എല്ലാവരും ജോലിക്കൊക്കെ ഇറങ്ങുന്ന സമയം, ആ സമയത്ത് ഒരു രാത്രി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നട്ട് ആ രാവിലെ ഒരു 7 മണി സമയത്തിനോടടുത്ത് ആ വെളുപ്പാങ്കാല സമയത്ത് ഇങ്ങനെ വന്നപ്പോ എല്ലാരും കണ്ട ഉടനെ സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിന്റെ ആരോപണം. ആരെ? മുത്തുനബിയുടെ ഭാര്യയെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. കുട്ടിയവർ മുഴുവനും പരക്കം. അള്ളാഹു പടക്കം പൊട്ടിക്കട പോലാണല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് പറയാ. എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ച് അപവാദം. ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവേ, അത് സ്വഹാബത്ത് വരെ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. എവിടെ നോക്കിയാലും ആയിഷ ബീബിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, നിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ, നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറയുകയാണ്. പടച്ചവനെ, നിങ്ങൾ ആ രംഗമെന്ന് ചിന്തിച്ചു നോക്ക്. ഒരു പ്രയാസമുള്ള സമയത്ത്, അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ എന്ന് പറയുന്ന ഭാര്യയുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞു, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോകൂ, പടച്ച റബ്ബിന്റെ തീരുമാനം വരട്ടെ, നിന്റെ കാര്യത്തിൽ അല്ലാഹുവേ ജിബ്രീൽ വരട്ടെ. അവിടുന്ന് പടച്ചവനെ മുത്തുനബി അവിടുന്ന് പറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വേദനിക്കുന്ന ഹൃദയത്തോടെ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പാനെ കണ്ടതും പൊന്നാര മകൾ ഇറങ്ങി ഓടുകയാണ്. വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ വ്യഭിചരിക്കുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ആയിഷ അങ്ങനത്തെ പെണ്ണാണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളവിടന്ന്, പൊന്നാര ഭാര്യവിടന്ന് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിനോട് പറയുമ്പോ വാപ്പ പറയുന്നു, ആയിഷ, തെളിവുകളെല്ലാം നിനക്ക് എതിരാണ്, തെളിവുകളെല്ലാം നിനക്ക് എതിരാണ്. വാപ്പയും അവിടുന്ന് കൈവിടുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആര് കൈവിട്ടാലും ഉമ്മ കൂടെ ഉണ്ടാകുമല്ലോ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഉമ്മാടെ ചാരത്ത് കടന്നു ചെന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ. ഇവരൊക്കെ പറയുന്ന
പറയുന്നത് കള്ളമാണ്, ഇവരൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ്. പക്ഷേ ആ സമയത്തും ഉമ്മയും അവിടെ നിന്ന് കൈയൊഴിയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ചെറിയ പ്രായമേ ഉള്ളൂ, ചെറിയ പ്രായമേ ഉള്ളൂ. ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറഞ്ഞ് പരത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ആയിഷയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷാ ബീബി റളിയല്ലാഹു തആല വീടിന്റെ റൂമിന്റെ അകത്ത് കയറി നരമ്പ് മുറിച്ചില്ല, ആത്മഹത്യ ചെയ്തില്ല. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് മാത്രമല്ല, തന്റെ അയൽവാസികൾ മാത്രമല്ല, തന്റെ നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും അതാ തെറ്റുകാരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരിക്കുകയാണ്. പടച്ചവനെ, ഓരോ ദിവസം സുബഹി കഴിയുമ്പോ ആയിഷാ ബീബി വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വരുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നുണ്ടോ? ആയിഷാ ബീബി വീടിന്റെ മുന്നിൽ നോക്കിയിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞോ, ദിവസങ്ങൾ കഴിഞ്ഞോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് ചിരിക്കുന്ന മുഖത്തോട് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ആയിഷാ ബീബിക്ക് വലിയ സന്തോഷമായി, ആയിഷാ ബീബിക്ക് വലിയ സന്തോഷമായി. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നു പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ, ജിബ്രീൽ വന്നോ നബിയേ? ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷാ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷാ, നീ നിരപരാധിയാണെന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു. ആയിഷാ, ആയിഷാ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ, അല്ലാഹു സഹായിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷാ, ഇത്ര ഉറപ്പെന്ത്? ഖുർആനിൽ ആയത്ത് ഇറങ്ങുമെന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണമെന്താ? എങ്ങനെയാ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? ഇത്രയും ദിവസം നീ എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ആയിഷാ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് ഒരേ ഒരു ദിക്റാ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. എന്റെ മനസ്സിന് ധൈര്യം തന്ന ദിക്ർ ഇതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷാ, പടച്ച റബ്ബിന്റെ സഹായം ചോദിച്ചു വാങ്ങിയ, ഖുർആനിൽ ആയത്തിറക്കിയ ആ ദിക്ർ ഏതാ ആയിഷാ? ആ ദിക്ർ ഏതാ ആയിഷാ? അല്ലാഹുവേ, ആയിഷാ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ. പഠിച്ചോ പെങ്ങള്, പ്രതിസന്ധിയുടെ സമയത്ത് പറയാനുള്ളതാണ്, റബ്ബിന്റെ സഹായം ചോദിച്ചു വാങ്ങാനുള്ളതാണ്. ഏത് ദിക്റെന്നറിയുവോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ, എല്ലാവരും തെറ്റുകാരി എന്ന് വിളിച്ചപ്പോ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ആയിഷാ ബീബി റളിയല്ലാഹു തആല റബ്ബിനോട് പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, എനിക്ക് നീ മതി പടച്ചവര്, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവര്, എന്നെ കൈവിടല്ലേ അല്ലാ, എന്റെ കാര്യം എന്താണെന്ന് നിനക്കറിയാമല്ലാ. ഇതിക്കറായിരുന്നു ആയിഷാ ബീവി പറഞ്ഞത്. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സഹാബാ, ഇതിക്കറ് പറയണേ സഹാബാ, റബ്ബിന്റെ സഹായമുണ്ടാകും സഹാബാ. അതുകൊണ്ട് പ്രയാസ
പ്രയാസത്തിന്റെ നടുവിലൂടെ പടച്ചവനെ എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയോടെ നടക്കുന്ന മുസ്ലിമേ, ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങിക്കോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ നിനക്ക് സമാധാനം തരും, നിന്റെ മനസ്സിന് ധൈര്യം തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതു പ്രയാസത്തിലും പിടിച്ചു നിൽക്കാൻ ധൈര്യം കിട്ടുന്ന ദിക്റാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒന്ന് പറഞ്ഞേ, ഒന്നുറക്കെ പറഞ്ഞാൽ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒരു എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, വലിയ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, എവിടെയെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായിലിരുന്നു കൊണ്ടൊരു 3 പ്രാവശ്യം ഈ ദിക്റൊന്ന് പറഞ്ഞു നോക്ക്. നിന്റെ ജീവിതത്തിലെ ഏത് വലിയ പ്രയാസമുണ്ടാകുന്ന സമയത്ത്, ദുഃഖം താങ്ങാൻ കഴിയാതെ വല്ലാതെ വിഷമിക്കുന്ന സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ ദിക്ർ നീ ഒരു 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്. നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും, റബ്ബിന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ആര് കൈവിട്ടാലും അല്ലാഹ് നമ്മളെ കൈവിടൂല. ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും അള്ളാഹു നമ്മളെ കൈയൊഴിയില്ല. അള്ളാഹിക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമാ, പടച്ച റബ്ബിന് നമ്മളെ വല്ലാത്ത സ്നേഹമാ. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയുടെ 1ാമത്തെ അടയാളം അവൻ അറിയാം, ആര് കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല. എനിക്ക് അള്ളാഹു എന്നെങ്കിലും ഒരു ദുഃഖമാണെങ്കിൽ അതിന്റെ പുറകിൽ എന്നെങ്കിലും ഒരു സന്തോഷം തരും. അവൻ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തില്ല, അവൻ റബ്ബിനെ കുറിച്ച് നല്ലതു മാത്രമേ കരുതൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ആ ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ആ ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയുടെ 1ാമത്തെ അടയാളം അതാ. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവന്റെ 2ാമത്തെ അടയാളം എന്തെന്നറിയുമോ? പെങ്ങളെ, ഈ പറയുന്ന നന്മ നിന്റെ ജീവിതത്തിലുണ്ടോ? ഈ പറയുന്ന നല്ല കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഭാര്യയും മക്കളും കൂടപ്പിറപ്പുമായി എല്ലാവരും പടച്ചവനെ കിടപ്പറയിൽ പുതപ്പിന്റെ കീഴിൽ കിടന്ന് സുഖിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? പകല് നമസ്കരിക്കാൻ എല്ലാവരും പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ എല്ലാവർക്കും കഴിയില്ല, എല്ലാവർക്കും കഴിയില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ പാതിരാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് 1ാം ആകാശത്തിൽ വന്നിരിക്കുന്ന പടച്ചറപ്പിന്റെ മുന്നിലേക്ക് നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിന്നെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ പകല് നിസ്കരിക്കണില്ല ഉസ്താദ്, ഇന്ന രാത്രി. ഇവിടെ നാട്ടുച്ചയ്ക്ക് പള്ളിയിൽ പോണില്ല, നട്ടുച്ച സമയത്ത് പള്ളിയിൽ കയറണില്ല. അല്ല ചങ്ങാതി, പകല് നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷെ രാത്രി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. രാത്രി നമസ്കാരം എല്ലാവരെ കൊണ്ടും കഴിയില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ. നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കും. എപ്പോഴാ നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കും? റമളാൻ മാസം. കാന അടിക്കാൻ രാവിലെ എഴുന്നേക്കുമല്ലോ, അതുകൊണ്ട് നല്ലതുപോലെ ആ സമയം എന്തായാലും തിന്നാൻ എഴുന്നേക്കും, അതുകൊണ്ട് നിസ്കരിക്കും. അതല്ലാതില്ല.
എത്ര പേരുണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ? ഇന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കും. പത്ത് പേര്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ച ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ കൈവക്കിക്കും. അവിടെയും 10 എണ്ണം ഉണ്ട്. അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് മാത്രമേ കഴിയൂ തഹജ്ജുദ് നിസ്കരിക്കാൻ. എന്താ പ്രതിഫലം? എന്താ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഈ പാതിരാത്രി 2 മണിക്കും 3 മണിക്കും നാട്ടുകാരും കുടുംബക്കാരും എല്ലാം നല്ല ഉറക്കം, കൂർക്കം വലിച്ചിട്ടുറങ്ങുക. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അല്ലാഹ് മാത്രമേ കാണത്തുള്ളൂ. ആ സമയത്ത് വേറെ നാട്ടുകാരൊന്നും കാണൂല. നമുക്ക് പിന്നെ 4 പേര് കാണാനുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാ എന്നാ നിസ്കാരം, അല്ലോ കൈകെട്ടണൊക്കെ കാണാൻ 4 പേര് കാണാനുണ്ടെങ്കിൽ എന്തൊരു ഖൗഫാന്നറിയോ. അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു കെട്ട. ആരും ഇല്ലെങ്കിൽ പോയി ചാടി കുത്തി സുജൂദി വീണിട്ട് ഓടും. 4 പേര് കാണാനുണ്ടെങ്കിലോ. ചില ആൾക്കാരൊക്കെ വെള്ളിയാഴ്ച, ഇപ്പൊ നാളെ ജുമായുടെ സമയത്തൊക്കെ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത്തിരി താമസിച്ചിട്ടേ വരത്തുള്ളൂ. അവസാനം എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോ തലയുടെ മുകളിൽ കൂടെ ചാടി 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 ഫ്രണ്ടിൽ വന്നിട്ട് ഒരൊറ്റ കെട്ട. അല്ലോ പ്രച്ചനെ എന്നാ കെട്ടണമെന്നറിയോ. ഇതാ 4 പേര് കാണണമെങ്കിൽ വല്ലാത്ത നിസ്കാരം.